വർക്കലയിൽ നിന്നും ഒരു രാജ്യാന്തര കുറ്റവാളിയെ പിടികൂടിയിരുന്നു. അലക്സേജ് ബെഷ്യോക്കോവ് എന്ന ലാറ്റ്വാനിയൻ പൗരൻ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വന്നു പോകുന്നതെന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. റഷ്യയിലേക്ക് മടങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പാണ് ഇന്നലെ ഇയാളെ കേരള പോലീസ് പിടികൂടിയത്. CBI നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു രാജ്യാന്തര കുറ്റവാളിയെ പിടികൂടാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഭീകരർക്കുൾപ്പെടെ ക്രിമിനൽ സംഘങ്ങൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇടപെട്ട ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ സഹസ്ഥാപകനാണ് അലക്സേജ്. വി വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, ഇയാൾ ഇങ്ങനെ നിരന്തരം കേരളത്തിൽ വന്നു പോകുന്നതിന്റെ കാര്യം എന്താണ്? പട്യാല കോടതിയുടെ വാറന്റിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേരളത്തിൽ വന്നു പോകുന്നതായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലിത്വാനിയ സ്വദേശിയാണ് ബെഷ്യോക്കോവ്. പക്ഷേ റഷ്യ കേന്ദ്രീകരിച്ചാണ്, മോസ്കോ കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനം അവിടെ നടത്തുകയും ഇടപാടുകൾ അത് വലിയ ഇടപാടുകളാണ്. വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയിരുന്നു. അതിൽ തന്നെ ഈ തീവ്രവാദം, കള്ളപ്പണം വെളുപ്പിക്കൽ, മറ്റ് ദേശവിരുദ്ധ പ്രവൃത്തികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപാടുകൾ ഈ സ്ഥാപനം വഴി നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം വർക്കലയിലെ ഹോം സ്റ്റേയിൽ നിന്നാണ് ഈ ലിത്വാനിയൻ സ്വദേശിയെ പിടികൂടുന്നത്. ഭാര്യയും മക്കളും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇയാളെ പൂജപ്പുര ആദ്യം ജില്ലാ ജയിലിലേക്കും പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും മാറ്റിയിട്ടുണ്ട്. വൈകാതെ തന്നെ പട്യാലയിലേക്ക് കൊണ്ടുപോകും. ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ്. ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിവരം വിവിധ രാജ്യങ്ങൾക്ക് കൈമാറിയിരുന്നു. ഈ പ്രതിയെ ഇന്റർപോളിന് കൈമാറാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം രാജ്യാന്തര കുറ്റകൃത്യത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. ബില്യൺ കണക്കിന് ക്രിപ്റ്റോ ഇടപാടുകൾ, അത് നിയമവിരുദ്ധമായ ഇടപാടുകൾ നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. അത് പ്രത്യേകിച്ച് 2019-20 കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടന്നിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിലെ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയെന്ന കണ്ടെത്തലാണുള്ളത്. ഇവർക്ക് ആവശ്യമായ പണം, അത് കള്ളപ്പണം, പ്രത്യേകിച്ച് കള്ളപ്പണം വെളുപ്പിച്ചു നൽകി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ, കേരളവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ, ഇതിലും വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ലിത്വാനിയൻ സ്വദേശി റഷ്യ കേന്ദ്രീകരിച്ചുള്ള വലിയ കോടികളുടെ ഇടപാട് നടത്തുന്നു. അതിനുശേഷം ഇന്ത്യയിലേക്ക് സഞ്ചരിച്ചെത്തുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ വന്നതിന്റെ ഉദ്ദേശം, അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ. അത് CBI അടക്കമുള്ള ഏജൻസികളുടെ ഇടപെടൽ ഇതിലുണ്ടാകും. ഏതായിരുന്നാലും ഇന്റർപോളിന് പിന്നീട് പ്രതിയെ കൈമാറാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തോ റൈറ്റ്. എന്നാലും അലക്സേജ് ബെഷ്യോക്കോവ് ഇയാളെ വർക്കലയിൽ നിന്നാണ് പിടികൂടിയത്. ഇന്റർപോളിന് കൈമാറാനുള്ള നീക്കമാണ്. എന്നാണെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇയാൾ കേരളത്തിൽ വന്നു പോയിരുന്നു എന്നുള്ള വിവരം കൂടി വി വിനോദ് പങ്കുവെക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന്.